ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്താ പരിപാടി വെച്ചാൽ ചായ കുടിക്കാൻ പോകണം. പിന്നെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇറങ്ങാം കേട്ടോ. അതന്നെ സംഭവം. എൻ്റെ കെട്ടിയാനുണ്ട്. അപ്പം നമ്മളെങ്ങോട്ടാ പോകുന്നേ? ആ ചായക്കടൻ്റെ പേരെന്താ പറ. ഓക്കെ, നല്ല കാലാവസ്ഥ, നല്ല കാറ്റ്, നല്ല തണുപ്പ്, കുറച്ച് വെയിലും ഉണ്ട്. സുഖം. സുഖല്ലേ? നല്ല സുഖാണോ ചെറിയ സുഖാണോ? തണുപ്പല്ലേ? ഒന്ന് സംസാരിക്കും പ്ലീസ്. ചൂടി 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 തണുപ്പ് തണുപ്പ് കൊള്ളാല്ലേ? പോവാ. അങ്ങനെ നമ്മൾ നമ്മളെ സാരഥിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ. അപ്പം നമുക്കിന്ന് ചായ കുടിക്കാൻ പോവാം. ആദ്യം രാവിലത്തെ ചായ. പിന്നെ ചേട്ടന് ഉച്ചയ്ക്ക് ശേഷമേ പണിയുള്ളൂ. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയ സ്ഥിതിക്ക് അങ്ങോട്ടേക്ക് പോകണമല്ലോ. അപ്പോൾ ചായ കുടിക്കാൻ പോയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാൻ പോകാനുണ്ട്. ചെറിയൊരു കുട്ടി വ്ളോഗ്. ഓക്കെ, നമുക്ക് പോവാട്ടോ. നമ്മൾ പാർക്കിങ്ങിലാണുള്ളത്. ഇപ്പോൾ പാർക്കിങ്ങിൽ ഒരു വണ്ടി പോണതാണ്. പാർക്കിംഗ് ഇൻസ്പെക്ഷൻ്റെ വണ്ടിയാണ്. കാണിച്ചുതരാം. അതോ കണ്ടോ, പോലീസ് വണ്ടി. പോലീസ് വണ്ടി അല്ല, അതിനെന്താ പറയാ? അല്ല, എന്താ പറയാ? RTO. RT പറ. പിന്നെന്താ പോലീസ് വണ്ടി നശിപ്പിച്ചെന്ന് പറഞ്ഞ പറ. പറഞ്ഞിട്ട് പോയാ മതി. പറ, എന്താ പറ? പിന്നെന്താ പറയാ? ശരി. പൂമുഖം കാണവേ ആയുധാൻ പോകുമോ കാറ്റിലെ. അവൻ്റെ ഫ്രണ്ടിനോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിനെ കണ്ടപ്പോൾ നിർത്തിയതാണ്. ഒരു ഹോം മെയ്ഡ് തട്ടുകട. അതിൻ്റെ മുകളിലാണ് ഈ ബ്രാവ് കൂട് കൂട്ടിയേക്കുന്നത്. നോക്കി, നല്ല രസമല്ലേ? ഭയങ്കര ഭംഗിയുണ്ട് കാണാനല്ലേ? ചട്ടി എന്നുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഇനി വന്നത് ഇതാ ഇവിടെ, പക്ഷേ ഓപ്പൺ അല്ല. അപ്പം പിന്നെയും തിരിച്ചു പോവാണ്. അവിടെ 11:30 ആവും പോലും തുറക്കാൻ. 11:30 വരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ലേ, വിശന്നിട്ട് വയ്യ. അപ്പം ഞാൻ എന്തായാലും അടുത്ത റെസ്റ്റോറൻറ്റ് തരടത്തെ. അങ്ങനെ അടുത്തൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള അടുത്തുള്ള ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റ് പോയി നോക്കാം. അപ്പം നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റ് തേടി നടക്കുകയാണ് ഗായ്സ്. ഇവിടെ ഒരു പുട്ട് കാണുന്നുണ്ട്. പിന്നെ ഞാൻ പുട്ട് ലവർ അല്ലാത്തതുകൊണ്ട് എനിക്ക് പുട്ടിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. തിരിച്ച് നടക്കുന്നു, തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇവിടെ സത്യം പറഞ്ഞാൽ ഈ സമയമാകുമ്പോഴത്തേക്കൊക്കെ നല്ല റെസ്റ്റോറൻ്റൊക്കെ കുറവാണ്. ഒരു 11:30 ഉച്ചയ്ക്ക് ശേഷമാണ് നല്ല പോലെ തുറന്ന് ഓപ്പൺ ആയിട്ട്. പിന്നെ നൈറ്റ് ഫുള്ളുണ്ടാവും. പിന്നെ തിന്നാൻ തോന്നുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കപ്പപ്പുഴുക്കാണ്. അതിപ്പോൾ വീട്ടിലല്ലേ കിട്ടും, ഇവിടെ കിട്ടില്ലല്ലോ. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ, പക്ഷേ ജസ്റ്റ് ഓപ്പൺ ആയോന്ന് അറിയില്ല. ഫിഷ് ഇവിടെ നിന്ന് ഓപ്പൺ അല്ല. അവിടെ നല്ല ഫിഷിൻ്റെ സെറ്റപ്പ് കിട്ടുന്നു. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫിഷ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്, ചിക്കനെക്കാട്ടും മട്ടനെക്കാട്ടും. മൂർധന്യാവസ്ഥയിൽ അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ഇനി കഴിക്കാൻ പോവാണ്. കട്ടൻ ഒരു ചപ്പാത്തിയും ഒരു ബീഫ് കറി. ഇച്ചായോ? കട്ടൻ ചായയാണ് നല്ലത്. ഇതിനൊക്കെ കോമ്പിനേഷൻ കട്ടൻ ചായ നമ്മളെ അയ്യോ ഫുഡ് സൂപ്പർ നല്ലുണ്ടേ അല്ലേ? നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു.
വാവ്. നീ ഇങ്ങോട്ട് പോകുന്നേ? അങ്ങോട്ട് പോകുന്നേ? റൂമിലേക്കാ? ഓ മൈ ഗോഡ്. ഓക്കെ, നടക്കാണ്. ഇനി നമുക്ക് ബുർജുമാ മോൾ പോകണമെന്നുണ്ടായിരുന്നു. നടക്കുമെന്നറിയില്ല, ഇപ്പോൾ നോക്കാം. അപ്പം നമ്മൾ ബുർജുമാ മോളിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്. കാരണം അബീൻ്റെ ബർത്ത്ഡേ ആണ് ദിസ് മന്ത്. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ എന്തെങ്കിലും അവന് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് പോണത്. പക്ഷേ എന്താവെന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. പിന്നെ എന്താ പറയുക, പാർക്കിങ് ഉണ്ടോ നോക്കണം. പിന്നെ ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പാർക്കിങ്ങൊക്കെ സുഖമായിട്ട് കിട്ടും, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വീക്കെൻഡിൽ പോകുമ്പോൾ നല്ല റഷായിരിക്കും ഇവിടെയൊക്കെ. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്തിട്ട് നോക്കാം. നമ്മളങ്ങനെ ബുർജുമാൻ മോളിലേക്ക് എത്തിയിട്ടുണ്ട്. താഴെ പാർക്കിങ്ങിലാണുള്ളത്. ഓക്കെ, നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അവൻ്റെ ബർത്ത്ഡേ ഉണ്ട് ഈ മന്ത്. അപ്പോൾ ഞാൻ ഇവനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ? അവൻ എനിക്ക് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും വാങ്ങണ്ടേ? അങ്ങനെ നോക്കാം, പോയി നോക്കാം. എന്തായാലും നമ്മളെങ്ങനെ ബുർജുമാ മോളിലെത്തി. നമുക്ക് ഡ്രസ്സ് നോക്കാം. ഡ്രസ്സ് നോക്കാല്ലേ? എന്തു നോക്കണ്ട? സൂപ്പർ ഡ്രസ്സ് എടുക്കണേ. സൂപ്പർ എടുക്കൂലേ? വരും തരൂല. ഇവന് ഡ്രസ്സ് എടുക്കാനാ വന്നേ. എൻ്റെ പിറന്നാൾ കുട്ടിക്ക്, എൻ്റെ ഷക്കട് പോവയ്ക്ക്. ഇവൻ എന്നെ കൊലക്കി കൊടുക്കും തോന്നുന്നു. എവിടെയാണാവോ കൊണ്ടുപോകാൻ പോകുന്നത്. ഇവൻ്റെ ഇഷ്ടമാണ്. ഇവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ പോയിട്ട് ഇവനെ വാങ്ങിക്കൊടുക്കണം. കാരണം ബർത്ത്ഡേ ബോയ് അല്ലേ. എൻ്റെ പിറന്നാളിന് എനിക്ക് വേണ്ടതൊക്കെ വാങ്ങി തന്നിരിക്കണം. അപ്പോൾ ഇവനെ ഞാൻ വാങ്ങിക്കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കാം എന്താണെന്നുള്ളത്. ക്രിസ്മസ് വൈബ്. എപ്പോഴും സ്പോർട്സ് ഫെയറും സ്പോർട്സ് ഷൂ സ്പോർട്സിൻ്റെ ഐറ്റംസ് കിട്ടുന്നിടത്തേക്ക് വരുള്ളൂ. എന്ത് ഭ്രാന്താണോ എന്തോ. എവിടെ പോയി സ്പോർട്സ് ഷൂസ്? മീ അഗെയിൻ. സാധനം എവിടെ പോയി? കാണാനില്ലല്ലോ. ഹീസ് ഓവർ ദെയർ. ഇവിടെ അതാ കിട്ടിപ്പോയി. മോനെ ഷൂ നോക്കാനല്ലല്ലോ നമ്മൾ വന്നേ, ഡ്രസ്സ് നോക്കാനല്ലേ. ഇതാണ്. ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ? പറയൂ. ഇതല്ലേ ഉണ്ടല്ലേ? കണ്ടോ 2 ഷൂ. പെട്ടതാ രസോ? ഇത് കൊള്ളാല്ലേ? കൊള്ളാല്ലേ? പക്ഷെ എൻ്റെ കയ്യിൽ വെള്ള തന്നെ ഉണ്ട്, അതാ പ്രശ്നം. നല്ല ഉണ്ട് പക്ഷേ. സൂപ്പർ ഷൂ. അവനെ വാങ്ങിക്കാനാ വന്നേ. എനിക്കറിയില്ല ഞാൻ എന്താ ഇങ്ങനെ ആയി പോയതെന്ന്. എന്തെങ്കിലും എനിക്ക് കണ്ടാൽ ഞാനാ വാങ്ങും. ഇഷ്ടപ്പെട്ട വാങ്ങിക്കണ്ടേ നമ്മൾ, ഇല്ലേ? ഒരു ജീവിതമല്ലേ ഉള്ളൂ. പിന്നെ സുംബയ്ക്ക് എന്തായാലും ഒരു ഷൂ വേണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം നമ്മൾ പ്രൊഫഷനാണല്ലോ. പ്രൊഫഷനുള്ള ഷൂ നമ്മൾ നോക്കണമല്ലോ. അല്ലേ ഇല്ലേ? ഇതിലേതാ നല്ലതെന്ന് പറഞ്ഞുതരും. ഞാൻ കൺഫ്യൂസ്ഡായി. ഇത് വേറെ ഭംഗി, ഇത് വേറെ ഭംഗി. ഇതൊന്നും എനിക്ക് ഇതാ ഇഷ്ടമായത്. എനിക്ക് ഏതാ ഇഷ്ടമായത്? ഞാൻ ഏതാ എടുക്കണ്ടേ? കൺഫ്യൂസ്ഡ് ആണ്. ഇത് അഡിഡാസ്, ഇത് പ്യൂമ. സോറി, മാറിപ്പോയതാ. ഇതാണ് അഡിഡാസ്, ഇത് പ്യൂമ. എൻ്റെ ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഇതെടുത്താലോ? അതല്ല ഇല്ലാത്ത കളർ. നോക്കട്ടെ. ഓക്കെ, വെറൈറ്റി അല്ലേ? ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് ഹീലും ഉണ്ട്. കൊള്ളാമല്ലേ? ഇതാണ് രസം. ഇത് രണ്ടും കൂടെ വെച്ച് കാണിച്ചു തരാം. ഏതാ രസം പറഞ്ഞേ? വിച്ച് വൺ? ഞാൻ ഏതായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക? അബിക്ക് ഇതാ ഇഷ്ടമായത്, എനിക്ക് ഞാൻ ഇട്ടതാ ഇഷ്ടമായത്. ലെറ്റ്സ് സീ. ഈ ചെരുപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം. ട്രെൻഡിങ് ആയിട്ടുള്ള ചെരുപ്പാണല്ലോ, നല്ലയില്ലേ? എൻ്റെ ഉണക്കക്കാലിൽ ഇതൊക്കെ ചേരുള്ളൂ. പരന്ന പോലത്തെ ഫ്രോഗ് ലെഗാ. എന്നൊക്കെ എൻ്റെ കാലിലെ വ്യത്യാസം കണ്ടോ? ഇത് ഇഷ്ടമായി. ഇത് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഷൂ അങ്ങനെന്ന് കുറേ വിചാരിക്കുന്നത്, സുംബ ഷൂ. പിന്നെ ചെരുപ്പ് അങ്ങനത്തത് എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം എൻ്റെ കാല് കുറച്ച് സ്വെറ്റാവുന്ന ടൈപ്പ് കാലാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പില്ലെങ്കിൽ ചെരുപ്പ് ഒരു വഴിക്കും ഞാനൊരു വഴിക്കും പോകും നടക്കുമ്പോൾ തന്നെ. ചെരുപ്പ് തെറിച്ചു പോകും. ഈ ലേഡീസ് ഒന്നും ഇടുന്ന പോലത്തെ ചെരുപ്പുകളൊക്കെ ഹീൽസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കാലിന് അത് പറ്റില്ല. ഞാനതിട്ട് നടന്ന് കുറച്ച് നേരം എത്തുമ്പോഴത്തേക്ക് കാല് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും. സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീൻ തകർന്നോ കാലിങ്ങനെ അറിയാലോ. എന്നെപ്പോലെ സ്വെറ്റ് ചെയ്യുന്ന കാലും കൈയും സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ചെരുപ്പ് ഉണ്ടല്ലേ, അതായത് ഇതും അതേപോലെ കംഫർട്ടബിളാണ്. നമുക്കത് ഇതേപോലത്തെ ബ്രാൻഡ് സെയിം ഇത് തന്നെയാണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ നല്ല സുഖമാണ്. സ്വെറ്റ് ചെയ്താലും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ അതുപോലത്തെ ഒന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ വീഡിയോ കാണിച്ചു തന്നില്ല, അതന്നെ സെറ്റ് ഇടിക്ക് വാങ്ങാനാണ് വന്നത്. പക്ഷെ ഞാൻ വാങ്ങിച്ച് ഒരു ഷൂ, ഒരു ചെരുപ്പ്. ഇതാണ് എന്നെയും കൊണ്ട് പുറത്ത് പോരാത്തത്. ഓക്കെ, എൻ്റെത് എന്തായാലും കഴിഞ്ഞു. ഇനി എന്നെ എവിടെയും കൊണ്ടുപോയ പ്രശ്നമാണ്. ഇനി എന്തായാലും അധിക്കില്ല, നോക്കാം. ഓക്കെ, നോക്കാം കേട്ടോ. മോനെ എവിടെയും കാണുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നു. സ്പ്രേ നോക്കാണ്, സ്പ്രേ. അങ്ങനെ നോക്കി സ്പ്രേ നോക്കട്ടെ. നമ്മൾ അടുത്ത ഷോപ്പിൽ വന്നിട്ടുണ്ട്, നോക്കാം. എൻ്റെ ഏട്ടന് ഇവിടെ ഉള്ള ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി എവിടെ പോയിട്ടാ വാങ്ങാമെന്നറിയില്ല, നോക്കാം. ലിപ്സ്റ്റിക്ക് ടെസ്റ്റ് ചെയ്യായിരുന്നു. ഏതൊക്കെയോ കളർ അടിച്ചു നോക്കി. ഏതൊരു കളർ ചുണ്ടിലുണ്ട്, ഇത് പോകുന്നില്ല. ലോറിയലിൻ്റെ ആണ്. പിന്നെ നമ്മളെ മേബിലിൻ്റെ ഒരു ലിപ്പി അതില്ലേ, അത് നോക്കി. ലിപ്പി 10 എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് ഓക്കെ ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഞാൻ ഇവിടുന്ന് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെയൊക്കെ എന്തോ ആയി, പരന്നുപോയി. ലിപ്പി 10 ഇത് എടുത്താലോ വിചാരിക്കുക. ഇതിട്ടിട്ട് കുഴപ്പമില്ലായിരുന്നു. അതാണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. ഇപ്പം എൻ്റെ ചുണ്ടിലുള്ളത് ഏതാണെന്നറിയോ? കാണിച്ചുതരാം. ഐ തിങ്ക് ദിസ് വൺ, നമ്മളെ ലോറിയലിൻ്റെ മാച്ച് ലിപ്സ്റ്റിക്കാണ്. ഇതാണ് ഇപ്പം എൻ്റെ ചുണ്ടിലുള്ളത്. കാണിച്ചുതരാം. ഇത് ഭയങ്കര പിങ്ക് കളർ, ചേരുന്നില്ല. എനിക്ക് കുറച്ച് നൂഡ് ഷെയ്ഡ്സാണ് ഇഷ്ടം. ഭയങ്കര നൂഡായിട്ട് ഒരുപാട് ഇട്ട പോലെ അറിയരുത്. എന്തായാലും ഇത് ചേരാത്ത പോലെ ഒരുമാതിരി പിങ്കി. വേറെ എടുക്കാം. ഇവനെ ഡ്രസ്സ് എടുക്കാൻ ഇനി പോയത്, പക്ഷെ നടന്നില്ല. മൂപ്പർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. പക്ഷെ എനിക്ക് വേണ്ടത് എന്തൊക്കെയോ വാങ്ങിച്ചു. ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് തീരെ ചേരുന്നില്ല, പക്ഷെ ഇത് പോകുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഇട്ട് നോക്കിയതായിരുന്നു. അതുകൊണ്ട് ഇത് വീട്ടിൽ പോയിട്ട് ഇനി ഉരച്ച് കളയണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി റൂമിൽ പോയി ഫുഡെല്ലാം കഴിച്ച് കുറച്ച് റെസ്റ്റെല്ലാം എടുത്ത് പണിക്കെല്ലാം പോവും, ജിമ്മിൽ പോവും. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ പറയൂ ചേട്ടാ. ബൈ. ഞങ്ങൾ ഷെയ്ഖ് ഷായിദ് റോഡ്, ഞാൻ അന്ന് നടന്ന റോഡില്ലേ, അവിടെയാണുള്ളത് ഇപ്പോൾ. അന്ന് ആ ഒരൊറ്റ ദിവസം നടന്നാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും അല്ലേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.